നിലമ്പൂരിൽ നിന്ന് റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. ആദ്യം അസ്ലം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ വഴിക്കടവിലടക്കം UDF-ന് വിചാരിച്ചതിൽ നിന്ന് അത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെ അവർ പതറുന്നത് കണ്ടു. പക്ഷെ അവസാനത്തെ ഫലം വരുമ്പോൾ ഓരോ പഞ്ചായത്തുകൾ, ഓരോ റൗണ്ടുകൾ, ഓരോ മേഖലകൾ കടന്നു വന്നതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ UDF എന്താണോ പ്ലാൻ ചെയ്തത്, എന്താണോ അവർ കണക്ക് കൂട്ടിയത്, അതേ വഴിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് ഫലം സഞ്ചരിച്ചെത്തിയത് എന്ന് പറയാമോ? നിഷാദ്, UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ പ്രതിസന്ധികൾ ഉള്ള ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ അൻവറും ഒപ്പം നിൽക്കുന്ന ഒരു UDF എന്ന അർത്ഥത്തിൽ വളരെ ഈസി ടാർഗറ്റ് ആയിരിക്കും എന്ന ഘട്ടത്തിൽ തുടങ്ങുന്ന അവിടെ നിന്ന് അൻവർ ഒരു ഉടക്ക് വയ്ക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയും ചെയ്തുകൂടി വെല്ലുവിളി, പലതരത്തിൽ വെല്ലുവിളി. ഒന്ന്, അൻവർ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പരാജയം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം അവർക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നം. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു വശത്ത് മുന്നോട്ട് പോയി. രണ്ട്, സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള വളരെ തർക്കങ്ങൾ നമുക്ക് അറിയാം ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗുകൾക്കും പ്രവർത്തകർക്ക് തന്നെ അത്രത്തോളം അഭിമതനായിരുന്നില്ല, ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും അവസാനം CPM തന്നെ മുതലെടുക്കാൻ ശ്രമിച്ച VV പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെ തുടങ്ങി സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. തുടർന്ന് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് അൻവർ ഇല്ലാത്ത UDF എന്നർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോയി ആദ്യഘട്ടത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ ആക്രമിച്ച് UDF-ന് തുറക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഭരണവിരുദ്ധ ദേശീയ പാത പ്രശ്നമടക്കം, വന്യജീവി പ്രശ്നമടക്കം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടയിലാണ് വെൽഫെയർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അത് പിന്നെ അങ്ങോട്ട് CPM-ന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയായി അത് മാറുന്നു. അത് ഉയർത്തിക്കൊണ്ട് പിന്നെ ഇതര വിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിലെ തന്നെ മറ്റൊരു വിഭാഗത്തിന്റെയും വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ തീവ്രമായ ശ്രമം. മുഖ്യമന്ത്രിയുടെ 7 പൊതുയോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജമാഅത്ത് ബന്ധം ആകുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് PV അൻവർ 20,000 വോട്ട് പിടിച്ചതിന് ശേഷവും 11,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വിവാദങ്ങൾക്കൊപ്പം തന്നെ, ഈ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ വീണ്ടും മുന്നിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ UDF നടത്തുന്നു. 2, UDF-ന്റെ കൂട്ടായ പ്രവർത്തനം. അത് എടുത്തു പറയേണ്ട, ഇന്നിപ്പോൾ ടീം UDF എന്ന് വിളിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള മലപ്പുറം ജില്ലയിൽ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന താഴെത്തട്ടിൽ തന്നെ നിലനിൽക്കുന്ന നിലമ്പൂരിൽ ഒരു ടീമായി വർക്ക് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഞ്ചായത്തുകൾക്ക്, വാർഡുകൾക്ക് സംസ്ഥാന നേതാക്കളുടെ MLA-മാരുടെ ചുമതല നൽകിയും വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് നേതാക്കളെ ഇറക്കുകയും ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ടീം വർക്ക്. അത് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. 263 ബൂത്തിന് നേരത്തെ തന്നെ ബൂത്ത് കമ്മിറ്റികൾ സജ്ജീകരിച്ച് റെഡിയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തുടർന്ന് അങ്ങോട്ട് ബൂത്ത് കൺവെൻഷനുകൾ നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കഴിയും. മാത്രമല്ല, ഇതിനിടയ്ക്ക് വന്ന ഓരോ വിവാദങ്ങളെയും മറികടക്കുന്നതിന് വേണ്ടി താഴെത്തട്ടിൽ മൈക്രോ മാനേജ്മെന്റുകൾ, കാരണം ജമാഅത്ത് വിവാദം ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ വിഭാഗങ്ങളെയാണോ ബാധിക്കുന്നത് ആ വിഭാഗങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുക. അങ്ങനെ ഇടയ്ക്ക് പിന്നെ ചില വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒത്തിരി മൈക്രോ മാനേജ്മെന്റുകൾ കൂടി നടത്തിക്കൊണ്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചോളം ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചോളം വ്യക്തിപരമായി തന്നെ ഒരു വെല്ലുവിളി, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നു എന്നാണ് UDF നേതാക്കൾ തന്നെ PV അൻവറിനെ കൂട്ടാതെ പോകുമ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ ഈസ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക്. ആ കാൽക്കുലേറ്റഡ് റിസ്കിനെ കൃത്യമായി തന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടീം വർക്കിന്റെ വിജയമാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി അഭിമുഖീകരിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF-ന്റെ 11,000 വോട്ട് മാത്രമല്ല, PV അൻവർ നേടിയ 20,000 വോട്ടും UDF കൃത്യമായി തന്നെ കാണുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് 31,000 വോട്ടിന്റെ കൃത്യമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടുപേർ ഷെയർ ചെയ്തെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പരിച്ഛേദമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി തന്നെ ഈ അർത്ഥത്തിലേക്ക് ക്യാമ്പയിനിങ്ങുമായും അതോടൊപ്പം തന്നെ ടീം വർക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം UDF-ന് നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറുന്നുണ്ട്.